മോൺസിഞ്ഞോറായിരുന്ന ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയതിൻ്റെ കോതമംഗലം രൂപതയുടെ കൃതജ്ഞതാ ബലിയും അതോടൊപ്പം തന്നെ പൊതുയോഗവുമാണ് ഇന്ന് കോതമംഗലം രൂപതയുടെ സെൻറ്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്നത്. 2 മണിക്കാണ് ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ കൃതജ്ഞതാ ബലിയും അതോടൊപ്പം തന്നെ പൊതുയോഗവും ആരംഭിക്കുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. പിതാവിൻ്റെ ഒരു കബറിടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ പ്രൊവിൻഷ്യൽ ഹൗസിലാണ്, തങ്ങളത്തുള്ള. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതും ആ പിതാവിൻ്റെ ഈ കബറിടത്തിലാണ്. ഇവിടെയാണ് പിതാവിനെ കബറടക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ 2025 ഡിസംബർ 18-ാം തീയതിയാണ് ലിയോ 14 മാർപ്പാപ്പ പിതാവിനെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷമായിരുന്നു ഈ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷവും ദീർഘകാലമായുള്ള ഒരു ആവശ്യം കൂടിയായിരുന്നു. ആ ഒരു സന്തോഷത്തിൻ്റെ ഒരു കൃതജ്ഞതാ ബലിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ പിതാവ് ജനിക്കുന്നതാകട്ടെ ചേർത്തലയിലെ ഒരു പഞ്ഞിക്കാരൻ കുടുംബത്തിലാണ് ജനിക്കുന്നത്. ഈ സെപ്റ്റംബർ 10-ാം തീയതി 1888 ഈ പിതാവ് ജനിക്കുന്നത്. മരിക്കുന്നതാകട്ടെ അതിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നതാകട്ടെ 1949 ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നത്. ഇതിനിടയിലാകട്ടെ ഒരുപാട് സാധുജന രംഗത്തും അതോടൊപ്പം തന്നെ ആധ്യാത്മിക രംഗത്തും വൈദ്യ മേഖലയിലും ഒക്കെ വലിയ ഒരു സേവനമാണ് പിതാവ് നടത്തിയിട്ടുള്ളത്. ആ പിതാവിൻ്റെ ഒരു പ്രവർത്തനം ത്തിനായിട്ടാണ് പിതാവ് നടത്തിയ ആ സേവനം പരിഗണിച്ചുകൊണ്ടാണ് പിതാവിന് ഈ ഒരു ധന്യൻ പദവി ലോക കത്തോലിക്ക സഭ നൽകുന്നതിന് തീരുമാനിച്ചത്. അങ്ങനെ അതിൻ്റെ ഒരു കർത്തവ്യം നിർവഹിച്ചതും ലിയോ 14 മാർപ്പാപ്പയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സന്യാസിനി സമൂഹത്തിൻ്റെ പ്രതിനിധി ഇപ്പോൾ ഇവിടെയുണ്ട്. ഒട്ടേറെ സിസ്റ്റർമാരൊക്കെ തന്നെ ഈ കബറിടത്തിൽ വന്ന് ഇപ്പോൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ ആവട്ടെ ഇവിടെ ഒരു ഛായാചിത്ര പ്രയാണവും അതോടൊപ്പം തന്നെ തിരി തെളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ഈ ഒരു പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് ഉണ്ടായിരുന്നു. അതിലൊക്കെ വലിയ വിശ്വാസി സമൂഹം ഒന്നാകെ പങ്കെടുക്കുകയുണ്ടായി. ഇന്നും കോതമംഗലം രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഒരു കൃതജ്ഞതാ ബലിയിൽ ബലിയർപ്പിക്കുന്നതാകട്ടെ കോതമംഗലം രൂപതയുടെ അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ മറ്റ് പിതാക്കന്മാരൊക്കെ തന്നെ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. ഇപ്പോൾ ഈ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രതിനിധിയായി സിസ്റ്ററുണ്ട്. തീർച്ചയായിട്ടും സിസ്റ്റർമാർ ഒക്കെ വലിയ ഒരു സന്യാസിനി സമൂഹത്തിനൊക്കെ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ്. എങ്ങനെയാണ് ഈ ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനെ ഓർക്കുന്നത്? വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് ജോസഫ് ധർമ്മഗിരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനാണ് ധന്യനായ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ. 1888 ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ് 1949 ഈ ലോക ജീവിതം പുണ്യത്തിൻ്റെ സുഗന്ധം പരത്തി വിടവാങ്ങിയ ഒരു പുണ്യശ്ലോകനായ പിതാവാണ് ധന്യനായ പഞ്ഞിക്കാരനച്ഛൻ. കേവലം 61 വർഷമാണ് ഈ ഭൂമിയിൽ അദ്ദേഹം ജീവിച്ചത്. ചുരുക്കത്തിൽ ധന്യനായ പഞ്ഞിക്കാരനച്ഛൻ്റെ ജീവിതത്തെ നോക്കിക്കാണുകയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് അതിനെ ഒന്ന് കാണാൻ സാധിക്കും. ആദ്യത്തെ 30 വർഷക്കാലം പഠനത്തിനും പൗരോഹിത്യ പരിശീലനത്തിനുമായിട്ടാണ് അദ്ദേഹം ചെലവഴിച്ചത്. തുടർന്നുള്ള ഒരു 31 വർഷക്കാലമാണ് പൗരോഹിത്യ ജീവിതം അതിൻ്റെ അത്യുച്ചകോടിയിൽ പൗരോഹിത്യ ധർമ്മമാകുന്ന കൂദാശ പരികർമ്മത്തിനപ്പുറം കാരുണ്യപ്രവൃത്തികളിലും സഭാ മക്കളെ നേരായ പാതയിലൂടെ നയിക്കുന്നതിനും പാവപ്പെട്ടവരും അശരണരും രോഗികളുമായ മക്കൾക്ക് എങ്ങനെയെല്ലാം അവരുടെ അനുദിന ജീവിതത്തിലെ ജീവിതഭാരം, ക്ലേശം, അനുദിന ജീവിതത്തിലുള്ള ജീവിത മാർഗങ്ങൾ അടഞ്ഞുപോയ വ്യക്തികളുടെ സങ്കടങ്ങൾ ഇതിലെല്ലാം കാര്യക്ഷമമായി ഇടപെട്ടവനാണ് ധന്യനായ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ. തിരുസഭാധികാരികളോടുള്ള അനുസരണവും വിധേയത്വവുമൊക്കെ അച്ഛൻ്റെ തനതായ ചില സവിശേഷതകളായിരുന്നു. ഉന്നതമായ പാണ്ഡിത്യമുണ്ടായിരുന്ന 3 ഡോക്ടറേറ്റിന് ഉടമയായ വലിയ ഒരു ഹൃദയത്തിൻ്റെ വലിയൊരു വിജ്ഞാനത്തിൻ്റെ ഒരു കേദാരമായിരുന്നു ധന്യനായ പഞ്ഞിക്കാരനച്ഛനെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് റോമിൽ 2025 ഡിസംബർ 18 നമ്മുടെ അച്ഛനെ ധന്യ പദവിയിലേക്ക് ഉയർത്തിയത്.
അതിൻ്റെ കൃതജ്ഞതാ ബലിയാണ് ഇന്ന് കോതമംഗലം കത്തീഡ്രലിൽ വെച്ച് അഭിവന്യ പിതാക്കന്മാരുടെയും കോതമംഗലം രൂപതയിലെ എല്ലാ വൈദികരുടെയും ദൈവജനത്തിൻ്റെയും സാന്നിധ്യത്തിൽ കൃതജ്ഞതാ ബലിയായി അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ ഒന്നിച്ചു ചേരുന്നത്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ധന്യ പദവിയിലേക്ക് ഉയർത്തി കഴിഞ്ഞു ആ മെഡിക്കൽ രംഗത്ത് നടത്തിയ ഒരു പ്രവർത്തനമായിരുന്നു, ജീവകാരുണ്യ പ്രവർത്തനമായിരുന്നു ഏറ്റവും സവിശേഷമായിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖല വളരെ വളരെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ അച്ഛൻ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ അച്ഛൻ ശ്രദ്ധ പതിച്ചിരുന്നത് അനുദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടിയിരുന്ന അന്നന്ന് അപ്പത്തിന് കഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ചേർത്തല, ഉഴുവ പ്രദേശങ്ങളിലൊക്കെ കയർ പിരിച്ച് ചകിരി പിരിച്ച് കയറുണ്ടാകുന്ന വ്യവസായമൊക്കെ അച്ഛൻ അന്ന് തുടങ്ങി വെച്ചു. അതുപോലെ വെള്ളമൊക്കെയുള്ള കായലോര പ്രദേശങ്ങളൊക്കെ ആണല്ലോ, അപ്പം അവിടെയുള്ള ജനങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് അച്ഛന് 2 ബോട്ടുകൾ ഉണ്ടായിരുന്നു. അത് അച്ഛൻ്റെ കുടുംബ സ്വത്തായിട്ട് അച്ഛന് ലഭിച്ച ബോട്ടുകളാണ്. സത്യം ദീപം എന്ന 2 ബോട്ടുകൾ. ആ ബോട്ട് സർവീസ് അച്ഛൻ തുടങ്ങിയതാണ്. ആ ബോട്ട് സർവീസ് പിന്നീട് സഭയ്ക്ക് വേറൊരു മുതൽക്കൂട്ടായിട്ട് മാറുകയായിരുന്നു. അതായത് ആ കാലഘട്ടങ്ങളിൽ സഭയിൽ തെറ്റായ പ്രബോധനങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിൽ പടരുന്ന ഒരു കാലഘട്ടത്തിൽ ശരിയായ വെളിച്ചം, സത്യമായ അറിവ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ആ 2 ബോട്ട് വിറ്റിട്ടാണ് അച്ഛൻ സത്യദീപം എന്ന വാരികയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അതുപോലെ അച്ഛൻ കാര്യക്ഷമമായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയ വേറൊരു മാധ്യമമായിരുന്നു മലബാർ മെയിൽ. അപ്പം ആ കാലഘട്ടത്തിൽ അച്ഛൻ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നതുപോലെ അന്ന് സാങ്കേതികമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി മാധ്യമരംഗത്തും അച്ഛൻ നല്ല ഒരു മുന്നേറ്റം നടത്തിയ വ്യക്തിത്വമാണ്. തുടർന്ന് അച്ഛൻ നമ്മുടെ ഈ കോതമംഗലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ രോഗികൾ, പ്രത്യേകിച്ച് പാവപ്പെട്ടവർ, അശരണർ, സ്ത്രീകൾ, കുട്ടികൾ, താഴ്ന്ന വർഗത്തിൽ, അതായത് നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ പറയര്, പുലയര്, അതുപോലെ ആദിവാസികൾ, ഇങ്ങനെയുള്ളവർക്കൊന്നും ആശുപത്രിയിൽ പ്രവേശനം ലഭിക്കുകയോ അവർക്ക് അർഹമായ ഒരു ചികിത്സ ഉള്ളത് ലഭ്യമാവുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ്റെ അന്നത്തെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛന് 3 ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നു. നല്ല അറിവും കഴിവും നല്ല സ്ഥാനങ്ങൾ അലങ്കരിക്കാനുള്ള സാധ്യതകളെല്ലാം ഉണ്ടായിട്ട് അച്ഛൻ ആ സാധ്യതകൾ സ്വയം മഹത്വം പ്രാപിക്കാനുള്ള ഒന്നിലേക്കും അച്ഛൻ ശ്രദ്ധ ഒന്നുമില്ല. മറിച്ച് അച്ഛൻ്റെ സമ്പത്ത്, അച്ഛൻ്റെ അറിവ്, അച്ഛൻ്റെ ഫ്രണ്ട്ഷിപ്പുകൾ, സ്വാധീനങ്ങൾ എല്ലാം അച്ഛൻ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ അനുദിന ജീവിതത്തെ മെച്ചപ്പെടുത്താൻ, അവരുടെ ജീവിത വരുമാന മാർഗങ്ങൾ മെച്ചപ്പെടുത്താൻ, അവരുടെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അച്ഛൻ ചെയ്തു. അങ്ങനെയാണ് 1934 ധന്യനായ പഞ്ഞിക്കാരനച്ഛൻ ഇവിടെ അച്ഛൻ്റെ ആദ്യത്തെ ആശുപത്രി സ്ഥാപിക്കുന്നത്. ധർമ്മഗിരി ആശുപത്രി. ആ ധർമ്മഗിരി ആശുപത്രി സ്ഥാപിച്ച് 10 വർഷക്കാലം അച്ഛൻ വളരെ പ്രയത്നിച്ച് മറ്റു സന്യാസ സമൂഹങ്ങളോടും അതുപോലെ അച്ഛൻ്റെ സുഹൃത്തുക്കളായ ഇന്ത്യക്ക് പുറത്തുണ്ടായിരുന്ന ഡോക്ടർമാരുടെയൊക്കെ ബന്ധമൊക്കെ വെച്ച് അച്ഛൻ സാധിക്കുന്നതുപോലെ കാര്യക്ഷമമായ ഒരു ശുശ്രൂഷ ആരോഗ്യ മേഖലയിൽ ആ ഒരു 10 വർഷത്തിൽ അച്ഛൻ വളരെ മുന്നേറ്റത്തിലേക്ക് കടന്നു വന്നു. വീണ്ടും വലിയ പ്രതിസന്ധി ആരോഗ്യ മേഖലയിൽ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ അച്ഛൻ മനസ്സിലായി ഇത് വളരെ ശ്രമകരമായ ഒരു കാര്യത്തിലേക്കാണ് താൻ കാല് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമർപ്പിതരായ കുറേ മക്കളുടെ സാന്നിധ്യം ഇതിൻ്റെ തുടർച്ചയ്ക്ക് ആവശ്യമാണ്. അങ്ങനെയാണ് 1944 ധർമ്മഗിരി സന്യാസിനി സമൂഹം രൂപപ്പെടുത്താൻ വേണ്ടി അച്ഛൻ അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും സത്യദീപം നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ ചെറുതായി പരസ്യം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അർത്ഥിനികളെ സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് 1944 ഇങ്ങനെയൊരു ധർമ്മഗിരി സന്യാസിനി സമൂഹത്തിന് രൂപം കൊടുത്തത്. യഥാർത്ഥത്തിൽ സമഗ്രമായ ഒരു സൗഖ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമർപ്പിതരായ വ്യക്തികളുടെ പ്രാധാന്യം, അതാണ് അച്ഛനെ ഈ ഒരു മുന്നേറ്റത്തിലേക്ക് നയിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം.
സിസ്റ്റർ പറഞ്ഞ രീതിയിൽ ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ എപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ തൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ആ ഒരു ജീവിത സമർപ്പണത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ തിരുസഭ പിതാവിന് ഈ ധന്യൻ പദവി നൽകിയത്. ആ ധന്യൻ പദവി നൽകിയതിൻ്റെ കോതമംഗലം രൂപതയുടെ ഒരു കൃതജ്ഞത ബലി ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് നടക്കുന്നത്. കോതമംഗലം രൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ പിതാവാണ് ആ കൃതജ്ഞതാ ബലിക്ക് നേതൃത്വം നൽകുക. അതോടൊപ്പം തന്നെ ഇടുക്കി രൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ്, അതോടൊപ്പം തന്നെ കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവൊക്കെ ആ കൃതജ്ഞതാ ബലിയിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഈ കോതമംഗലം രൂപതയിലെ വൈദികർ, സന്യസ്തർ, സമർപ്പിതർ, ആത്മായരൊക്കെ പങ്കെടുക്കുന്ന വലിയ ഒരു സമ്മേളനത്തിനാണ് ഇന്ന് കോതമംഗലം സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായിട്ടും പിതാവ് തൻ്റെ ജീവിതകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു സമർപ്പണത്തിനുള്ള കോതമംഗലം ജനതയുടെ, അതോടൊപ്പം തന്നെ ഈ ധർമ്മഗിരി സന്യാസിനി സമൂഹത്തിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെ, ഒരു ആഘോഷത്തിൻ്റെ ഒരു ദിനമാണ് ഇന്ന് കോതമംഗലത്ത് നടക്കാൻ പോകുന്നത്.